Hi, dear children. Today's our topic evolution is a new chapter. Evolution. What is evolution? Is the process of change in all forms of life over generations. ഇവിടെ നമുക്ക് കാണാം ലോവസ്റ്റ് ആനിമൽസിൽ നിന്ന് ഹയർ കോംപ്ലക്സ് ആനിമൽസ് ഫോംസ് ആൻഡ് ഫൈനലി ദ ഹ്യൂമൻ ബീങ്. അപ്പോൾ ഒരു പ്രോസസ് ഓഫ് ചേഞ്ച് വി ക്യാൻ സീ ഹിയർ. Without change, all creatures would look alike and behave the same. ഇതെല്ലാം ഒരേപോലെ ഇരുന്ന എന്തായ അവസ്ഥ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, ഒരു ബയോഡൈവേഴ്സിറ്റി ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ ഈസ് ചേഞ്ച്. Change is the core of evolution. What is the definition of evolution? Is the process of change through time. Is the process by which modern organisms have descended from ancient organisms. Ancient organisms, they were primitive, simplest organization present in them, and they processed into a complicated forms, and that process of change through time is evolution. Okay, നമ്മൾ രാത്രി ഈ നക്ഷത്രങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാം വി ആർ ലുക്കിംഗ് ബാക്ക് ഇൻ ടൈം. നമ്മൾ പുറകിലേക്കാണ് കാണുന്നത് എന്നല്ലേ, നമ്മൾ പുറകിലേക്ക് കാണുക എന്ന് പറയാം. ദാറ്റ് ഈസ് വി ആർ പീപ്പിംഗ് ഇൻ ടു ദ പാസ്റ്റ് വൈൽ വി സീ സ്റ്റാർസ്. സ്റ്റെല്ലാർ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ലൈറ്റ് ഇയേഴ്സ്. പ്രകാശവർഷം എന്നാണ് പറയുക. എത്ര അകലെയാണ് നക്ഷത്രം എന്നറിയുന്നത് പറയാ, ഡിസ്റ്റൻസ് പറയുന്നത് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശം നമ്മളുടെ അടുത്തേക്ക് എത്താൻ എത്ര സമയം എടുത്തു, അതിന്റെ പേരിലാണ് നമ്മൾ ഡിസ്റ്റൻസ് പറയാനായിട്ട്. അപ്പോൾ വാട്ട് വി സീ ടുഡേ ഈസ് എൻ ഒബ്ജെക്ട് whose emitted light started its journey millions years back and reaching our eyes now. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് വൺ, that is 20 billion years old, and it comprises huge clusters of galaxies. ഒരു ഗാലക്സി, ദ മിൽക്കി വേ മാത്രമല്ല, അതുപോലെ കുറേ ഗാലക്സി ഉള്ള ഒരു വലിയ ഒന്നാണ് യൂണിവേഴ്സ്, പ്രപഞ്ചം. അപ്പൊ ഈ ഗാലക്സികളിൽ ഒന്ന് മിൽക്കി വേ, അതിലൊരു സോളാർ സിസ്റ്റം, ആ സോളാർ സിസ്റ്റത്തില് ഒരു Earth. Earth itself is almost only a speck when considering the universe. അങ്ങനെ നമുക്ക് നോക്കിയാൽ എവല്യൂഷൻ നമ്മൾ പറയുമ്പോൾ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഈവൻസ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് എർത്ത്. ഭൂമിയും ഈ പ്രപഞ്ചവും അതിൽ ഭൂമിയും ഉണ്ടായ ഒന്ന്, ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് എർത്ത്. അങ്ങനെ ഉണ്ടായ എർത്തില് ലൈഫ് ഉണ്ടാകുന്നത് അടുത്ത സ്റ്റെപ്പ്, ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ദാറ്റ് ഈസ് അഗെയിൻ ബൈ ടു മെത്തേഡ്സ്, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഇവിടെ എന്താ കാണുന്നത്? ആസ് എ ഹ്യൂജ് എക്സ്പ്ലോഷൻ ഓഫ് സ്പേസ് ഇറ്റ്സെൽഫ്. That is explained by Big Bang Theory. Big Bang Theory explained the origin of universe. അപ്പോൾ ഒരു സഡൻ എക്സ്പ്ലോഷൻ, ആ എക്സ്പ്ലോഷൻ വന്നപ്പോൾ അതുവരെ കണ്ടൻസ് ചെയ്ത് ചെറുതായിരുന്ന ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്തു, അത് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ കെയിം ഡൗൺ ആൻഡ് ഗ്യാസസ് condensed under gravitation, forming huge galaxies. As the gas clouds rotated faster, galaxy flattened into a disk. അതിങ്ങനെ കറങ്ങാണ് സ്പീഡില്. അപ്പൊ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് ഓരോരോ പ്ലാനറ്റും അങ്ങനെ ഗാലക്സിയും അതില് സോളാർ സിസ്റ്റവും അതില് നമ്മുടെ ഗാലക്സിയുടെ പേരെന്താ? മിൽക്കി വേ. അതില് എന്തുണ്ടായി? സോളാർ സിസ്റ്റം ഉണ്ടായി. ആ സോളാർ സിസ്റ്റത്തിൽ ഒരു പ്ലാനറ്റ് ആണ് എർത്ത്. അപ്പൊ എർത്ത് എന്നാണ് ഉണ്ടായത്? ഇത്രയും വർഷം മുമ്പാണ്, 4600 million years. അപ്പൊ ഇത്രയുമാണ് ഏജ് ഓഫ് എർത്ത്. പ്ലാനറ്റ് എർത്ത് ഈസ് 4600 million years old. ആ കാലത്ത് തുടങ്ങിയിട്ട് അതില് എർത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടന്നത്? എർത്തിന്റെ ആ ചൂടുള്ള
ഡെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നിക്കൽ, അയേൺ, അതെല്ലാം ഇങ്ങനെ മോൾട്ടൺ സ്റ്റേജിൽ ഇരിക്കുന്നത്, അത് ഏറ്റവും ഡെൻസിറ്റി കൂടുതലായപ്പോൾ അതൊക്കെ സെന്ററിലേക്ക്, അതിൻ്റെ ഏറ്റവും സെന്ററിലേക്ക് അത് ചെന്നു. ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് മെറ്റീരിയൽ സാങ് ടു ദ ബോട്ടം ഓഫ് എർത്ത്. അങ്ങനെയാണ് എർത്ത് കോർ ഉണ്ടായത്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എർത്ത് കോർ, അതിപ്പോഴും ഇങ്ങനെ മോൾട്ടൺ സ്റ്റേജിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുറമെ ഉള്ള ആ ഒരു പോർഷൻ, ദാറ്റ് ഈസ് കൂൾഡ് ഔട്ടർ ലെയർ, ദാറ്റ് is solidified to form earth crust. അതാണ് എർത്ത് ക്രസ്റ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ക്രസ്റ്റ് ഏറ്റവും പുറമെ കാണുന്നത്, അത് എപ്പോഴും എങ്ങനെയാണ് ആ സമയത്തൊക്കെ അത് ഇതുപോലെയുള്ള അവസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഏകദേശം പിന്നെയും 4500 million years ആയി. ദറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ, ലൈറ്റനിങ്, റേഡിയേഷൻ, വോൾക്കാനിക് ഇറപ്ഷനിലെ കാണുമ്പോൾ തന്നെ ഭീകരമായ ഒരു അവസ്ഥ. അങ്ങനെ ഒരു ഹൈ മോൾട്ടൺ സ്റ്റേജിൽ ഇരിക്കുന്ന എർത്ത് സ്ലോലി കൂൾസ് ഡൗൺ, ഇങ്ങനെയായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ദ ഏർലി എർത്ത്, ഈ ഏർലി എർത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? ഇറ്റ് വാസ് ലൈക്ക് എ മോൾട്ടൺ മാസ് മാർക്ക്ഡ് വിത്ത് ഹൈ എനർജി മാറ്റേഴ്സ്, ഹൈ ടെമ്പറേച്ചർ, റേഡിയേഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, ലൈറ്റനിങ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ അപ്പൊ നമുക്ക് സർഫസ് ഓഫ് എർത്ത് ഈസ് മാർക്ക്ഡ് ബൈ, ഇതിന്റെ പുറമേ ഉള്ള ആ സർഫസിൽ എന്തൊക്കെയാണ് ഉള്ളത്? മീഥെയ്ൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊന്നും ഓർത്തിരിക്കാനുണ്ട്, മീഥെയ്ൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇവിടെ യു വി റേസ് വന്ന് വരുന്നുണ്ടായിരിക്കും. ആ യു വി റേസ് കൊണ്ട്, സണ്ണിൽ നിന്ന് വരുന്ന യു വി റേസ് കൊണ്ട് അഥവാ വാട്ടർ ഉണ്ടാവുകയാണെങ്കിൽ ആ വാട്ടർ അപ്പോഴേക്കും സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആവും. ഹൈഡ്രജൻ വീണ്ടും എസ്കേപ്പ് ചെയ്ത് ഇതിന്റെ ഉള്ളിലുള്ള റോക്കി മെറ്റീരിയൽസിനോട് ചേരും. ഓക്സിജൻ ആണെങ്കിൽ അമോണിയ, മീഥേൻ ഒക്കെ ഉണ്ടല്ലോ, അതുമായി യോജിച്ച് വീണ്ടും വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ദാറ്റ് വാട്ടർ അഗെയിൻ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ദെൻ അഗെയിൻ വാട്ടർ ഈസ് ഫോംഡ്, ആൻഡ് മീൻ ടൈം നോ ഫ്രീ ഓക്സിജൻ വാസ് പ്രസന്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അന്നത്തെ ഏറ്റവും പ്രൈമോഡിയൽ എർത്ത്, ഏർലി എർത്ത് വാസ് ഡിവോയ്ഡ് ഓഫ് ഓക്സിജൻ. There is no oxygen present. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിന് എർത്ത് സ്ലോലി കൂൾസ് ഡൗൺ. അപ്പോഴേക്കും എന്തുണ്ടായി? നേരത്തെ കണ്ടീഷൻ ആണോ അവിടെ? അല്ല, എർത്ത് കൂൾസ് ഡൗൺ. വാട്ടർ വേപ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വാട്ടർ വേപ്പർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ആൻഡ് ഫെൽ ബാക്ക് ആസ് റെയിൻ. അപ്പോൾ എർത്ത് ക്രസ്റ്റ് ഇങ്ങനെ കുറേ ഡിപ്രഷൻസ് ഒക്കെ ആയിട്ടുണ്ടാവും, അത് തണുക്കണേൻ്റെ ഒപ്പം. ആ ഡിപ്രഷൻസിലൊക്കെ ഈ റെയിൻ വഴി വന്ന വെള്ളം വന്ന് നിറഞ്ഞ് it forms into the first ocean. Water vapor condensed and fell back to the and forming oceans on the depressions. ഇനി ആ ഓഷ്യനിൽ നിന്ന് നമുക്ക് ഇനിയല്ല എന്തുണ്ടാവണം? ലൈഫ് ഒറിജിൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് എർത്ത് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന കോൺസെപ്റ്റാണ്. ലൈഫ് എങ്ങനെയാണ്, ഈ ഭൂമിയിൽ എങ്ങനെയാണ് ലൈഫ് ഉണ്ടായത്, ജീവൻ ഉണ്ടായത്? അതിന് കുറച്ച് തിയറീസ് പറയുന്നുണ്ട്. ഈ തിയറീസ് ഓരോന്നും നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ ഒരു നോട്ടിൽ ഇത് എഴുതി വെക്കണം. വിച്ച് ആർ ദ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്? എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. വിച്ച് ആർ ദ തിയറീസ്? ദ ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. നമുക്കറിയാലോ, ദൈവം ലോകം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയാണ്. പിന്നെ പാൻസ്പെർമിയ, ടേംസ് എഴുതി വെക്കുക, പഠിക്കുക കേട്ടോ. കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് നോക്കാം. പാൻസ്പെർമിയ, സ്പോർസ് ഫ്രം ഔട്ടർ സ്പേസ്, പുറമേ നിന്ന് സ്പോർസ് വന്നിട്ടുണ്ടായതാണ്. എക്സ്ട്രാ ടെറിസ്ട്രിയൽ ഒറിജിനെയാണ് പാൻസ്പെർമിയ. ദെൻ സ്പോണ്ടേനിയസ് ജനറേഷൻ, പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായി. ലൈഫ് ഫ്രം ഡിക്കേയിങ് മാറ്റർ. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലെ ഫിലോസഫേഴ്സ് അവര് പറഞ്ഞ ഓരോ assumptions ആണ്. Spontaneous generation, life from decaying matter. Then biogenesis, Louis Pasteur, life from pre-existing life. And the last one, chemical evolution, life from inorganic chemical molecules. 5 തിയറീസും പഠിച്ചു വെക്കണം. നമുക്ക് ഓരോന്നായിട്ട് ഒന്നുകൂടി നോക്കാം.
സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്, ലൈഫ് ഓൺ എർത്ത് വാസ് ക്രിയേറ്റഡ് ബൈ സൂപ്പർ നാച്ചുറൽ പവർ. എല്ലാ റിലീജിയസ് കോൺസെപ്റ്റും പറയുന്നത് ലൈഫ് ഈസ് ഡിവൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ സ്പെഷ്യൽ ക്രിയേഷൻ അതും പിന്നീട് ഇപ്പോഴുള്ള നമ്മൾ പഠിക്കുന്ന ഈ എവല്യൂഷനുമായി എന്താണ് വ്യത്യാസം? സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ആക്ച്വലി ദ ഫാദർ ഓഫ് എവല്യൂഷൻ, ഈസ് ഫാദർ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ആളാണ് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. Was a naturalist, biologist, geologist, and widely contributed to the science of evolution. He postulates his theories in a book on the origin of species എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പേഴ്സണാലിറ്റിയാണ് ഡാർവിൻ, ചാൾസ് ഡാർവിൻ. അപ്പൊ ഡാർവിനും മുൻപ് അതുവരെയുള്ള കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന വിശ്വസിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് സ്പെഷ്യൽ ക്രിയേഷൻ ആയിരുന്നു. അപ്പൊ അതിന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ക്രിയേഷൻ എന്തൊക്കെയാ സ്പെഷ്യൽ ക്രിയേഷനിൽ പറയുന്നത്? ഈച്ച് ഓർഗാനിസം ഒറിജിനേറ്റഡ് ഇൻഡിപെൻഡന്റ്ലി. അങ്ങനെ ഓരോന്നായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഓൾ എന്ന ഡാർവിന് ശേഷം വന്ന എവല്യൂഷനിസ്റ്റ് പറയുന്നത് എല്ലാ ഓർഗാനിസംസും ഒരു കോമൺ ആൻസസ്ട്രി എന്നാണ് ഉണ്ടായെന്നാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സിൻസ് ടൈം ഓഫ് ക്രിയേഷൻ ഈച്ച് ഓർഗാനിസം ഹാസ് റിമെയിൻഡ് ദ സെയിം. എല്ലാവരും അന്നുണ്ടായ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഓർഗാനിസംസ് ഇരിക്കുന്നത്. ഫിക്സിറ്റീവ് സ്പീഷീസ് എന്നാണ് സ്പെഷ്യൽ ക്രിയേഷനെ പറയാം. ഓൾ ഓർഗാനിസംസ് വർ ക്രിയേറ്റഡ് റീസെന്റ്ലി. ഒരു 4000 years ഒക്കെ ആയിട്ടുള്ളൂ ഓർഗാനിസംസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് എന്നാണ് സ്പെഷ്യൽ ക്രിയേഷൻ പറയുന്നത്. അപ്പൊ ഈ 3 കോൺസെപ്റ്റ് ഓർത്തു വെക്കണം സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയിൽ പറയുന്നത്. എന്നാൽ പാൻസ്പെർമിയ, വാട്ട് ഈസ് പാൻസ്പെർമിയ? ദാറ്റ് തിയറി, ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം സ്പോർസ് ഓഫ് ഔട്ടർ സ്പേസ്. പുറമേ നിന്ന് സ്പേസിൽ നിന്ന് വന്നേക്കണതാണ് ലൈഫ് എന്നാണ്. ത്രൂ സ്പോർസ് ലൈഫ് ട്രാവലിംഗ് ബിറ്റ്വീൻ പ്ലാനറ്റ്സ് ആസ് സീഡ്സ്. അങ്ങനെ ഈ എന്താണ് കോമറ്റ്സ്, മെറ്റീരിയോയിഡ്സ്, അങ്ങനെ ആ ഉൽക്കകൾ അല്ലെ, അതിൽ നിന്ന് അവർ കൊണ്ടുവരുന്നതാണ് സീഡ്സ്. എന്തിന്റെ സീഡ്സ്? ലൈഫിന്റെ സീഡും കൊണ്ട് വരുന്നതാണ് ഇത് എന്നാണ് അന്നത്തെ ഗ്രീക്ക് ഫിലോസഫർ അനാക്സാഗോറസ് തുടങ്ങിയ ഫിലോസഫേഴ്സ് പറഞ്ഞത്. ഇതൊക്കെ വളരെ കാലം മുമ്പുള്ള തിയറീസ് ആണ്. പിന്നെ പറഞ്ഞു സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറഞ്ഞു. സ്പോണ്ടേനിയസ് ജനറേഷനിൽ എന്താ പറയുന്നത്? നോക്കിയേ, സോക്സോ അണ്ടർവിയേഴ്സോ ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മൈസൊക്കെ ഇറങ്ങി വരുന്നു എന്ന് അവർ കണ്ടുപിടിച്ചിട്ട് അവർ പറയാണ് ദ ഡീക്കേ മാറ്റേഴ്സിൽ നിന്നാണ് ലൈഫ് സ്പോണ്ടേനിയസ്ലി ഒറിജിൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ദ ഐഡിയ ദാറ്റ് നോൺ ലിവിങ് മെറ്റീരിയൽ ക്യാൻ പ്രൊഡ്യൂസ് ലൈഫ്, നോൺ ലിവിങ് മെറ്റീരിയൽ അല്ലേ, അതിൽ നിന്ന് ലൈഫ് ഉണ്ടാവുന്നു, ലൈഫ് മാജിക്കലി അപ്പിയേഴ്സ് എന്നാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത്. അത് കണ്ടോ, ഇങ്ങനെ മാഗറ്റ്സ് അല്ലെങ്കിൽ മഡിൻ്റെ ഉള്ളിൽ നിന്ന് ഫിഷസ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തനിയെ ഉണ്ടാവുന്നു ഫ്രം ഡീക്കേ മാറ്റർ എന്ന്. പക്ഷെ ഇന്ന് നമുക്കത് ചിരിക്കാനുള്ള ഒരു വകയായിട്ടാ തോന്നുക അല്ലേ. ദാറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് ജനറേഷൻ ഫ്രം ലൈഫ് ഫ്രം ഡീക്കേ മാറ്റർ. അത് പിന്നീട് ഡിസ്പ്രൂവ് ചെയ്തു ബയോജെനിസിസ് എന്ന തിയറി വഴി ലൂയിസ് പാസ്റ്റർ അതിന് വേണ്ട കണ്ടെത്തിയ ഒന്ന്, അദ്ദേഹത്തിന്റെ തിയറിയില് ലൈഫ് എക്സിസ്റ്റ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. വേറൊരു ജീവനിൽ നിന്ന് മാത്രമേ പുതിയ ജീവൻ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തു. ഈ എക്സ്പെരിമെന്റിന്റെ പേര് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെന്റ് എന്നാണ്. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അരയന്നത്തിന്റെ കൊക്ക് പോലത്തെ ഒരു പ്രത്യേകതരം ഫ്ലാസ്ക് വെച്ചിട്ടാണ് ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. സ്വാൻ നെക്ക് ഫ്ലാസ്ക് നോക്കൂ. ആദ്യത്തെ ഫ്ലാസ്കിലാണ് ഒരു ബ്രോത്ത് എടുത്തിട്ട് സം ഈസ്റ്റ് ലൈക്ക് മെറ്റീരിയൽ എടുത്ത് ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തു വെക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് ഈ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിന് ഇവിടെ ഇങ്ങനെ ഈ സ്വാൻ നെക്ക് ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ അതിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് അങ്ങനെ ബ്രേക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ ഏതിൽ ഫ്ലാസ്കിലാണ് കുറച്ച് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഓർഗാനിസംസ് കണ്ടത്? ഇവിടെ ഈ ഒരു രണ്ടാമത്തെ ഫ്ലാസ്കിൽ ഏതാണോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് അതില് ഓർഗാനിസംസ് കണ്ടു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഇവിടെ ലൈഫ് ഉണ്ടായില്ല, ഇവിടെ ലൈഫ് ഉണ്ടായി. അതിൽ നിന്ന് ലൈഫ്
originate from killed yeast only when it is open to air. ഒക്കെ ഉണ്ടാവും. അങ്ങനെ തുറന്നു വെച്ചപ്പോൾ മാത്രമേ അതിൽ ജീവൻ ഉണ്ടായുള്ളൂ. അപ്പോൾ പുറമേ നിന്ന് എയറിൽ നിന്ന് എന്തെങ്കിലും ഒരു ലൈഫ് മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് വേണം അവിടെ ഇത് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇവിടെയും ഉണ്ടാവേണ്ടതായിരുന്നില്ലേ. അതാണ് ലൈഫ് ഒറിജിനേറ്റ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ദാറ്റ് തിയറി ഈസ് കോൾഡ് ബയോജെനിസിസ് by Louis Pasteur. And next theory is chemical evolution. Chemical evolution എന്താ പറയുന്നത്? Life originate from inorganic chemical substances by chemical reactions. അതാണ് chemical evolution. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Okay, thank you children.